മിനിറ്റ് ഒരു പ്രതികരണം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. സംഭവം ഒരു 7 മണിയായപ്പോഴാണ് സംഭവം. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ടു. പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതില് നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും കൊച്ച് ഇതില് നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോണത്. അപ്പൊ ഇവര് രണ്ടാളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. വേറെ ആരൊക്കെ ആൾക്കാര്? ഒന്ന് സതീശൻ, ഈ കിടക്കുന്ന ആള് സതീശൻ, രമ്യയുടെ കെട്ടിവൻ. പെണ്ണ് ദേ അവിടെ നിൽക്കുന്നുണ്ട്. എന്റെ പെണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. ആളുടെ പേര് അമ്പിയ. ആളും മരിച്ചു. ഇത് അവിടെ നിന്നുള്ള പ്രദേശവാസിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ആ ഭാഗത്തു നിന്നാണ് അവർ സംസാരിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണിപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് നടന്നിട്ടുള്ളത്. ഇവർ വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇത് കാട്ടാന വരുന്ന ഭാഗമാണ്, സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഭാഗമാണ്. പക്ഷേ ഇങ്ങനൊരു കൂട്ടമായി വന്നൊരാക്രമണം നടത്തുമെന്നൊരു ഒരു പക്ഷേ അവർ കരുതി കാണില്ല. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇവർ നേരത്തെ പഞ്ചായത്ത് മെമ്പർ പറയുകയായിരുന്നു, ഒരാന വന്നാൽ എങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകണമെന്നൊക്കെ അറിയുന്നവരാണ് അവർ. പക്ഷേ ഇങ്ങനൊരു കൂട്ടത്തോടെ വരികയും അങ്ങനെ പരിഭ്രാന്തമായ ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടാക്കിയത്. സാധാരണ രീതിയിൽ ഇവർ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോഴും ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്നതല്ലേ? തീർച്ചയായും ശ്രീജ, കാരണം അവർക്ക് ഒട്ടും അപരിചിതമായ ഒരു സാഹചര്യമൊന്നുമല്ല. കാരണം അവർക്ക് ഇതെല്ലാം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഇതിനെല്ലാം മുഖാമുഖം കണ്ടുകൊണ്ട്, അതിനെ കൃത്യമായി അവർ തരണം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് അവർക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഒരിക്കലും അപരിചിതമല്ല. ഇത് അവർ മുന്നിൽ പെട്ടുപോകുന്നു എന്നത് തന്നെയാണ്. കാരണം ഒരു പറ്റം ആനകൾ അല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടം ഇറങ്ങി വരുമ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലാത്ത വിധം നിസ്സഹായരാകുന്നു. അത് അങ്ങനെ തന്നെ എത്ര പരിചിതരാണെങ്കിലും അതൊക്കെ തന്നെയാണ് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവരുടെ ഈ അപകടം തന്നെ നമ്മൾക്കൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം.